നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങൾ ഇപ്പോൾ ലോകമെമ്പാടും ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ്. UAE ആകട്ടെ ഓരോ അത്ഭുതങ്ങളും മെനഞ്ഞുകൊണ്ട് ലോകത്തെ അമ്പരപ്പിക്കുന്നു. ഇപ്പോഴത്തെ UAE പിന്തള്ളാൻ ഖത്തറുമെത്തി. UAE പോലെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന രാജ്യമായി ഖത്തർ മാറുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. വിദേശ രാജ്യങ്ങളെ അമ്പരപ്പിച്ച് കോടികൾ ചെലവിട്ട് ഖത്തർ ഒരുക്കിയ സ്റ്റേഡിയങ്ങളും മറ്റും ഏവരെയും ആശ്ചര്യപ്പെടുത്തിയതാണ്. എന്നാൽ ഒരു കൊച്ചു രാജ്യത്തിന് ലോകത്തെ ഏറ്റവും ചിലവേറിയ കായിക മാമാങ്കം നടത്താൻ സാധിക്കുന്നത് എങ്ങനെയെന്നാണ് ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഖത്തറിലേക്ക് ഉറ്റുനോക്കാനുള്ള പ്രധാന കാരണമെന്നത്. ഇനി നടക്കാനിരിക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ ഒന്നിലധികം രാജ്യങ്ങൾ ചേർന്നാണ് വേദിയൊരുക്കുന്നതെന്ന് കൂടി എടുത്തു പറയേണ്ടതായി വരും. ഇതിനിടെയാണ് ഖത്തർ അമീറും ലോകമാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. കളി കാണാൻ സ്റ്റേഡിയത്തിലെത്തിയ അമീർ ഷെയ്ഖ് തമീം വിദേശ രാജ്യങ്ങളുടെ പതാക പിടിച്ച് ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന വീഡിയോ വൈറലായി മാറുകയാണ്. ആതിഥേയരായ ഖത്തർ ടീം ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മാറ്റുരച്ചിരുന്നു. എങ്കിലും നിരാശയായിരുന്നു ഇവരുടെ ഫലം. ആദ്യ റൗണ്ടിൽ തന്നെ പുറത്താകേണ്ടി വന്നു. പ്രീ ക്വാർട്ടറിൽ കടന്ന ഏക അറബ് രാജ്യം മൊറോക്കോ മാത്രമായിരുന്നു. സൗദി അറേബ്യ ആദ്യത്തിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിരുന്നെങ്കിലും പിന്നീട് വിജയിക്കാൻ സാധിച്ചിരുന്നില്ല. അർജന്റീനയും സൗദി അറേബ്യയും തമ്മിൽ നടന്ന ആദ്യ മത്സരത്തിൽ തന്നെ സൗദിക്കായിരുന്നു ജയം ലഭിച്ചത്. ഈ വേളയിൽ സൗദിയുടെ പതാക പിടിച്ച ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന ഖത്തർ അമീർ ഷെയ്ഖ് തമീമിനെയാണ് അന്ന് ലോകം കണ്ടത്. അങ്ങനെ ലോകമാധ്യമങ്ങൾ ഖത്തർ അമീറിന്റെ നടപടിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് രംഗത്തെത്തി. അയൽ രാജ്യത്തിന്റെ ജയത്തിൽ ഇത്രയും ആഹ്ലാദം പ്രകടിപ്പിക്കാൻ ഒരു രാഷ്ട്ര നേതാവിന് സാധിക്കുന്നത് എങ്ങനെയെന്ന ചോദ്യമാണ് പലരും ഉന്നയിച്ചത്. അങ്ങനെ സൗദിയുമായി അടുത്ത കാലം വരെ അകൽച്ചയിലായിരുന്ന ഖത്തർ ഇപ്പോൾ ഏറെ അടുത്തിരിക്കുകയാണ്. സൗദി സഖ്യരാജ്യങ്ങൾ ഖത്തറിനെതിരെ ഉപരോധം പ്രഖ്യാപിച്ചതും ഖത്തർ വളരെ പ്രതിസന്ധി നേരിട്ടതുമെല്ലാം കഴിഞ്ഞിട്ട് അധിക നാളായിട്ടുമില്ല. എല്ലാം മറന്ന് സൗദിയുടെ വിജയത്തിൽ സൗദി പതാക പിടിച്ച് ആഹ്ലാദം പ്രകടിപ്പിച്ച ഖത്തർ അമീറിന്റെ വിശാല മനസ്സും പുകഴ്ത്തപ്പെടുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഖത്തർ അമീറിന്റെ ഭാഗത്ത് നിന്ന് സമാനമായ പ്രതികരണമാണ് ഉണ്ടായത്. മൊറോക്കോയുടെ ജയത്തിൽ അദ്ദേഹം ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന വീഡിയോ വൈറലായി മാറുകയായിരുന്നു. മൊറോക്കോയുടെ പതാക ഉയർത്തിയും പാറിച്ചുമാണ് അദ്ദേഹം സന്തോഷം പങ്കിട്ടത്. കൂടെ രാജകുടുംബത്തിലെ അംഗങ്ങളും ഒപ്പമുണ്ടായിരുന്നു. ഖത്തർ അമീറിനെ അഭിനന്ദിച്ചാണ് മൊറോക്കോയിലെ മാധ്യമങ്ങൾ വാർത്ത നൽകിയിരിക്കുന്നത്. ആ രാജ്യത്തെ സോഷ്യൽ മീഡിയയിലും ഖത്തർ അമീർ പ്രധാന ചർച്ചാ വിഷയമായി മാറി. മൊറോക്കോയുടെ പതാക പിടിച്ച് ചിരിക്കുന്ന ഖത്തർ അമീറിന്റെ ചിത്രവും വൈറലായിരിക്കുകയാണ്. കായിക വിനോദം അതിരുകൾ കടക്കുന്ന ആഹ്ലാദമാണെന്ന് അരക്കെട്ടുറപ്പിക്കുകയായിരുന്നു ഖത്തർ അമീർ ഷെയ്ഖ് തമീം. കാനഡയെ 2-1 മൊറോക്കോ പരാജയപ്പെടുത്തിയത്. 1986 ശേഷം മൊറോക്കോ ആദ്യ റൗണ്ടിൽ കടക്കുന്നത് ആദ്യമായിട്ടാണെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത്തവണ ഗ്രൂപ്പ് 16 കടക്കുന്ന ആദ്യ അറബ് രാജ്യവും മൊറോക്കോ തന്നെയാണ്. ക്രൊയേഷ്യയുമായുള്ള മത്സരത്തിനിടെയും ബെൽജിയവുമായുള്ള മത്സരത്തിനിടെയും ഖത്തർ അമീറിന്റെയും രാജകുടുംബത്തിന്റെയും വീഡിയോകൾ വൈറലായിരുന്നു. മുൻ അമീർ ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ വീഡിയോയും മൊറോക്കോയുടെ മത്സരത്തിനിടെ മാധ്യമങ്ങളിൽ നിറയുകയുണ്ടായി. അങ്ങനെ ഖത്തർ അതിർവരമ്പുകൾ ഭേദിച്ച് മുന്നേറുകയാണ്. ലോകരാഷ്ട്രങ്ങളെ ഒരുമിപ്പിക്കുന്ന കാഴ്ചയും കാണുവാൻ സാധിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.